സംസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ കുട്ടികളെ എസ്എസ്എൽസി പരീക്ഷയ്ക്കിരുത്തി വിജയിപ്പിച്ച നേട്ടവുമായി മലപ്പുറം എടരിക്കോട് PKMM ഹയർ സെക്കൻഡറി സ്കൂൾ. തുടർച്ചയായി 14ാം തവണയാണ് സ്കൂൾ ഈ നേട്ടം കൈവരിക്കുന്നത്. ജംഷീർ കൊടിഞ്ഞി തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. സംസ്ഥാനത്ത് തുടർച്ചയായി 14 തവണയാണ് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളെ SSLC പരീക്ഷയ്ക്കിരുത്തി വിജയം നേടുന്ന സ്കൂളായി മലപ്പുറം എടരിക്കോട് PKMM ഹയർ സെക്കൻഡറി സ്കൂൾ മാറിയിരിക്കുന്നത്. ഇപ്പോൾ വലിയൊരു ആഘോഷം നടക്കുകയാണ് സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വിജയമാണ് നേടിയിരിക്കുന്നത്. കാലങ്ങളായി തുടർന്നു പോരുന്ന ഒരു വിജയമാണ്. ഇപ്പോൾ സ്കൂളിലെ അധ്യാപകർ തന്നെ നമ്മളോടൊപ്പം ചേരുകയാണ്. ഇത് 14ാം തവണയാണ് വിജയം അല്ലേ? തീർച്ചയായിട്ടും ഞങ്ങൾ വലിയ ഒരു ആഹ്ലാദ നിമിഷത്തിലാണ് ഇപ്പോൾ സ്കൂൾ മൊത്തം ഉള്ളത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം 2030 കുട്ടികളെ പരീക്ഷയ്ക്ക് സജ്ജരാക്കി എന്ന് പറയുന്ന മഹത്തായ ഒരു ശ്രമം ഞങ്ങളുടെ അധ്യാപകരുടെ കൂട്ടായ്മയുടെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോൾ അത് 99.8% കുട്ടികൾ അതിൽ പാസ്സാവുകയും ചെയ്യുക എന്ന് പറയുമ്പോൾ തിളക്കമാർന്നൊരു വിജയമാണ്. 152 കുട്ടികൾക്ക് മുഴുവൻ വിഷയങ്ങളിലും ഫുൾ A+ നേടാൻ സാധിച്ചിട്ടുണ്ട്. എന്തായാലും കേരളത്തിൽ തന്നെ മികച്ചൊരു വിജയമാണ് ഇത് എന്നുള്ളത് തർക്കമില്ല. ഇപ്പോൾ റിസൾട്ട് പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് നമ്മുടെ സ്കൂളിന്റെ പേര് അവിടെ പരാമർശിക്കപ്പെടുകയുണ്ടായി. ഇത്ര തവണ ഏറ്റവും കൂടുതൽ കുട്ടികളെ ഇരുത്തുന്ന വിദ്യാലയം എന്നുള്ള രീതിയിൽ ഇനിയും ഞങ്ങളുടെ ഈ വിജയഗാഥ ഞങ്ങൾക്ക് തുടരാനാകട്ടെ എന്നാണ് ഈ സന്ദർഭത്തിൽ ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ ഞങ്ങൾ ഈ മികച്ച വിജയം ഈ നാടിനു വേണ്ടി ഞങ്ങൾ സമർപ്പിക്കുകയാണ്. ഈ സമയത്ത് ഇവിടെ പഠിച്ച കുട്ടികൾക്ക്, രക്ഷിതാക്കൾക്ക്, അതുപോലെ തന്നെ ഈ സ്കൂളിന്റെ അഭ്യുദയാക്ഷികളായിട്ടുള്ള എല്ലാവർക്കും ഞങ്ങളുടെ ഈ വിജയം സമർപ്പിക്കുകയാണ്. മറ്റു അധ്യാപകരൊക്കെ ഇവിടെ ഉണ്ട്. നമ്മൾ പ്രിൻസിപ്പളാണ്, സ്കൂളിന്റെ പ്രിൻസിപ്പൽ കൂടിയാണ് അദ്ദേഹം. കഴിഞ്ഞ ഏതാണ്ട് 10-14 വർഷമായിട്ട് ഏറ്റവും കൂടുതൽ കുട്ടികൾ SSLC പരീക്ഷ എഴുതുന്ന ഒരു വിദ്യാലയമാണ്. എന്താണ് നമ്മൾ ഇതിനുള്ള പ്രിപ്പറേഷനൊക്കെ? നേരത്തെ സാറൊക്കെ പറഞ്ഞ പോലെ ഈ വിദ്യാലയം വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് വിദ്യാർത്ഥികളെ കോച്ചിങ് നൽകിക്കൊണ്ട് SSLC പരീക്ഷയ്ക്ക് വേണ്ടി ഒരുക്കുകയാണ്. അതിന് വളരെ സിസ്റ്റമാറ്റിക്കായ ഒരു സിസ്റ്റം ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അതിന് എല്ലാ ടീച്ചേഴ്സും, പ്രിൻസിപ്പൽ, ഹെഡ് മാസ്റ്റർ, ടീച്ചേഴ്സ്, മാനേജ്മെന്റ് എല്ലാവരും ഒത്തൊരുമിച്ചുകൊണ്ടുള്ള വളരെ വലിയൊരു പ്രവർത്തനം ഇതിന് നടക്കുന്നു. അത് വിജയം കാണുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഈ വരും വർഷങ്ങളിൽ ഇത് തുടരും? തീർച്ചയായിട്ടും തുടരും. അതിനുവേണ്ടിയുള്ള പ്രവർത്തനം നമ്മൾ ഇപ്പോൾ തന്നെ തുടങ്ങിക്കഴിഞ്ഞു. അടുത്ത വർഷത്തേക്കുള്ള കുട്ടികളെ സജ്ജമാക്കുന്ന പ്രവർത്തനങ്ങൾക്ക് ഇപ്പോൾ തന്നെ തുടങ്ങിക്കഴിഞ്ഞു. ഇപ്പം സ്കൂൾ മാനേജർ തന്നെ നമ്മളൊപ്പം ചേരുകയാണ്. ഇതിപ്പം 14ാം തവണയാണ് തുടർച്ചയായി ഏറ്റവും കൂടുതൽ കുട്ടികളെ പരീക്ഷയ്ക്കിരുത്തി വിജയിപ്പിക്കുന്നത് അല്ലെ? 14ാം തവണയാണ് ഹൈസ്കൂൾ വിഭാഗത്തിൽ ഏറ്റവും കൂടുതൽ കുട്ടികളെ 10ാം ക്ലാസ്സിൽ നമ്മൾ വിജയിപ്പിക്കുന്നത്. നിങ്ങളൊക്കെ 10ാം ക്ലാസ് അല്ലേ? എല്ലാവരും പാസ്സായത്? എന്താ തോന്നുന്നു ഇപ്പോ? നല്ല സന്തോഷം. എടരിക്കോട് PKMSന്റെ ഭാഗമായതിലും സന്തോഷം. അതെ, നല്ല സന്തോഷമാണ്. സന്തോഷമാണല്ലേ? ക്ലാസ്സിലുള്ള എല്ലാവരും ചോദിച്ചോ? എല്ലാവരും ഇവിടെ ഉണ്ടോ? ഇല്ല, ഞങ്ങളുടെ കുറച്ച് ആൾക്കാർ വന്നിട്ടുള്ളൂ. അധ്യാപകർ മാത്രമല്ല, കുട്ടികളും മാനേജ്മെന്റും അധ്യാപകരും എല്ലാവരും വളരെ സന്തോഷത്തിലാണ്. നമുക്കിവിടെ കാണാം, അവരിവിടെ ആ റിസൾട്ട് വന്ന ഉടൻ തന്നെ ആ ഒരു ആഘോഷത്തിലേക്ക് കടന്നിരിക്കുകയാണ്. 14 വർഷത്തോളമായി തുടർച്ചയായി ഈ വിജയത്തിന്റെ മധുരം നുകരുകയാണ് എടരിക്കോട് PKMM ഹയർ സെക്കൻഡറി സ്കൂൾ എന്ന് നമുക്ക് പറയാം. അതുകൊണ്ട് തന്നെ ആ വലിയ സന്തോഷത്തിലാണ് ഇപ്പോഴും ഈ വർഷവും PKMM ഹയർ സെക്കൻഡറി സ്കൂൾ. അത് വരും വർഷങ്ങളിലും ഈ വിജയം തുടരും എന്ന് തന്നെയാണ് അധ്യാപകരും മാനേജ്മെന്റ് ഭാരവാഹികളും ഒക്കെ ഒറ്റക്കെട്ടായി പറയുന്നത്. എടരിക്കോട് PKMM ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് ജംഷീർ കൊടിഞ്ഞി, മീഡിയ.